ഈ റോസാ ചെടിക്ക് എന്താ ഭ്രാന്താണോ എന്ന് നോക്കി നിൽക്കുന്നവരെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലാട്ടോ ഈ റോസ് ഇങ്ങനെ ഗമയിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഗമയ്ക്ക് പിന്നിലൊരു രഹസ്യമുണ്ട്. അത് പറയാനാണ് ഞാനിന്ന് വന്നത്. ഇവളാണ് എൻ്റെ തോട്ടത്തിലെ സുന്ദരി കൊച്ചു പെണ്ണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ബട്ടൺ റോസാണ്. നല്ല ഡാർക്ക് പിങ്ക് കളറാട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്തു നിൽക്കും. ആളതെ ഇങ്ങനെ കാണുമ്പോൾ നല്ല വലിയ റോസാന്നൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുമായിരിക്കും. പക്ഷേ അതേ കണ്ടോ, ഇത്ര വലിപ്പമുള്ളൂ. നമ്മളെ കൈ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞു റോസ്. അതുകൊണ്ട് തന്നെ ഒരു ഗാർഡൻ സെറ്റാക്കുന്ന സമയത്ത് ഈ ബഡ് റോസ് വെച്ച് കഴിയുമ്പോൾ അവിടെ വന്നൊരു കൊച്ചു രാജകുമാരിയുടെ ഒരു ഫീലാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇവളെ നോക്കുന്നത്. എന്നും പുലരി വന്നാൽ ആദ്യം വന്നു നോക്കുന്നത് ഇവളുടെ അടുത്തേക്കാട്ടോ. എത്ര മുട്ടുകൾ പുതിയതായി വന്നു, വിരിഞ്ഞ പൂക്കൾ എങ്ങനെയാ, ഇതൊക്കെ അറിയാൻ. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഇത്രയധികം മുട്ടുകൾ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ അടുക്കള വേസ്റ്റില്ലേ, ഉള്ളിത്തൊലി, പച്ചക്കറിയുടെ തൊലികളൊക്കെ, അത് ഞാൻ ശരിക്കും ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുക. ഇന്ന സമയം എന്നൊന്നുമില്ല, എപ്പം വേസ്റ്റ് ഉണ്ടാകുന്നോ ആ സമയത്തൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കും. അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഒരാഴ്ച കഴിയുമ്പോൾ ഇളക്കി കൊടുക്കണം. എന്നാലേ കറക്റ്റ് ആ ഒരു വളമൊക്കെ നമ്മളെ ഈ റോസിൻ്റെ വേരുകളിലേക്കൊക്കെ എത്തുള്ളൂ. പിന്നെ ചെയ്യേണ്ട, നല്ല വെയിലുള്ള സ്ഥലത്താണ് ഞാനിത് വെച്ചിട്ടുള്ളത്. വളവും വെള്ളവും വെയിലും ഒരേപോലെ എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പൂക്കും. പിന്നെ ഇതാണ് എൻ്റെ സീക്രട്ട്. ഒരു ബോട്ടിലെ ഫ്ലവർ ബ്ലൂം ആണ് കേട്ടോ. ഇത് റോസിന് നല്ല റിസൾട്ടാണ് തരുന്നത്. റോസിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു രണ്ട് കാര്യങ്ങളും കൂടി ആയതുകൊണ്ടാണ് ഇത്രയധികം മൊട്ടുകൾ എൻ്റെ റോസിൽ വന്നത്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം ഗാർഡൻ.